ഹലോ, അപ്പോൾ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെയും ചിക്കൻ കറിയുടെയും പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ചോറൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കിന് ഞാൻ അതിനകത്തേക്ക് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരി ഞാനൊരു 1/4 മണിക്കൂർ മുന്നേ നല്ലപോലെ കഴുകി വെള്ളം ഒഴിച്ചിട്ട അരിയാണ്. അപ്പോൾ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ആ ചോറൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ചോറൊന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് ഞാൻ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ക്യാബേജും ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കവും സവോളയും എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പച്ചക്കറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം തന്നെ അരിഞ്ഞൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, അങ്ങനെ ചീത്തയായി പോകത്തൊന്നുമില്ല. ഞാൻ പിന്നെ വൈകിട്ടത്തേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പോൾ ഒന്ന് അരിഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് രാവിലെ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ അരിഞ്ഞ് വെക്കാം. അപ്പം നമ്മുടെ ചോറൊക്കെ ഒന്ന് ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചോറൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും നാരങ്ങാനീരും ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഊറ്റി വെക്കാം. ചോറ് ഒരുപാട് വെന്ത് പോകണ്ട, ഒരു 80 to 90% വെന്ത കിട്ടിയാൽ മതി. ഓരോ അരിയിനെ അനുസരിച്ചിരിക്കും കേട്ടോ. ചില അരിക്ക് കൂടുതൽ വേവുള്ള അരിയുണ്ട്. അപ്പം നമ്മളതൊക്കെ നോക്കി ഒന്ന് പാകമൊക്കെ നോക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ ചോറ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയം ഞാൻ കുറച്ച് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നാരങ്ങാനീരും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ചോറ് അവിടെ ഇരുന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നല്ലപോലെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ പാത്രത്തിലേക്ക് തന്നെ പാത്രം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കിന് ഞാൻ അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 8-10 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ആ എണ്ണയിലേക്ക് ഞാൻ സവോളയും പച്ചമുളകും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ അതിനകത്തേക്ക് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് സവോള അരിഞ്ഞ്. അപ്പോൾ ആ സവോള ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാം ഒരുപാട് വെന്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ഒത്തിരി അങ്ങ് വാടിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ പച്ചമുളക് ഇട്ടത്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പച്ചമുളക് ഇടണമെന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അരച്ച കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ വഴന്ന് വന്നപ്പോഴത്തേക്കിന് ഞാൻ ഇതിനകത്തേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ടിനി നമുക്ക് ബാക്കി വന്ന പച്ചക്കറികളും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ക്യാരറ്റും ക്യാബേജും ബീൻസും ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, ഒരുപാട് ഓവറായിട്ട് വഴന്ന് പോകണ്ട. അപ്പോൾ അങ്ങനെ ഒന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവിടെ ഏകദേശം നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്, ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട ഒന്ന് ചിക്കി പൊരിച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ മുട്ടയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ നമ്മുടെ സോയാ സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് പാകമായി കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് അരിയായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നിച്ചിട്ട് നമുക്ക് ഇളക്കാൻ പാടായിരിക്കും. അപ്പോൾ കുറച്ച് അരിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മല്ലിയിലയുടെ ഫ്ലേവർ അധികം വേണ്ട, അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഒന്ന് മല്ലിയില ജസ്റ്റ് മേളിലേക്ക് ഒന്ന് അരിഞ്ഞിടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒരു എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.